മണ്ഡലമകരവിളക്ക് തീർത്ഥാടന കാലത്തിന് ഇന്ന് തുടക്കമാകാൻ പോവുകയാണ്. വൈകിട്ട് 4 മണിക്കായിരിക്കും നട തുറക്കുക. ഒരുക്കങ്ങളെല്ലാം പൂർത്തിയായി എന്ന് കഴിഞ്ഞ ദിവസം തന്നെ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് PS പ്രശാന്ത് അറിയിച്ചിരുന്നു. ഇപ്പോൾ അദ്ദേഹം തന്നെ നമ്മോടൊപ്പമുണ്ട്. വീണ്ടും ഒരു മണ്ഡലമകരവിളക്ക് തീർത്ഥാടന കാലത്തിന് തുടക്കമാവുകയാണ്. എങ്ങനെയാണ് കാണുന്നത് പ്രാവശ്യം? സ്വാമിയെ ശരണമയ്യപ്പ. ഇത്തവണ കൂടുതൽ ക്രമീകരണങ്ങൾ ഞങ്ങൾ ഭക്തർക്ക് ഇവിടേക്ക് എത്തുന്ന ഭക്തർക്ക് കൊടുക്കുവാനുള്ള പരമാവധി പരിശ്രമം ഞങ്ങളും സർക്കാരും ചെയ്തിട്ടുണ്ട്. എല്ലാവർക്കും അറിയുന്നത് പോലെ 10-20 ഡിപ്പാർട്ട്മെൻറ്റുകളുടെ കൂട്ടായ പരിശ്രമത്തിൻ്റെ ഭാഗമായിട്ടാണ് നമുക്ക് ഇത്തരം ക്രമീകരണങ്ങൾ കൊടുക്കാൻ സാധിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് മുഖ്യമന്ത്രിയുടെയും മന്ത്രിമാരുടെയും ഒക്കെ തന്നെ നേതൃത്വത്തിൽ ഒട്ടേറെ ക്രമീകരണങ്ങൾ അവലോകന യോഗങ്ങൾ നടന്നിട്ടുള്ളത്. എന്തായാലും അതിൻ്റെ ഒരു ഫലമായി തന്നെ കൂടുതൽ ആത്മവിശ്വാസത്തോടു കൂടിയാണ് ഞങ്ങളിവിടെ നിൽക്കുന്നത്. ഇന്ന് കൃത്യം 4 മണിക്ക് തന്നെ കണ്ടർ രാജീവരുടെ കാർമ്മികത്വത്തിൽ പുതിയ മേൽശാന്തി ചുമതലയേൽക്കും. കൃത്യം 4 മണിക്ക് നട തുറക്കും. രാത്രി 10:30 മണിക്ക് ഹരിവരാസനം കഴിഞ്ഞതിന് ശേഷം നമ്മുടെ പഴയ മേൽശാന്തി ഇന്ന് പടിയിറങ്ങി ഇല്ലത്തേക്ക് പോകും. വൃശ്ചികം 1 രാവിലെ കൃത്യം 3 മണിക്ക് നട തുറക്കും. ഉച്ചയ്ക്ക് 1 മണി വരെ ഉച്ചപൂജ കഴിഞ്ഞ് നട അടയ്ക്കും. അതിനുശേഷം ഉച്ചയ്ക്ക് ശേഷം 3 മണിക്ക് നട തുറന്നാൽ രാത്രി 11 മണിക്ക് നട അടയ്ക്കും. കഴിഞ്ഞ പ്രാവശ്യത്തിൽ നിന്ന് വ്യത്യസ്തമായി ഇപ്രാവശ്യം 18 മണിക്കൂറാണ് ദർശന സമയം ഒരുക്കിയിരിക്കുന്നത്. ബഹുമാനായ തന്ത്രിയും മേൽശാന്തിമാരുമൊക്കെ അതിനോട് നമ്മൾ നന്നായി സഹകരിച്ചിട്ടുണ്ട്. അവരും നന്ദി പറയുന്നു. എന്തായാലും ഇവിടെ എത്തുന്ന ഭക്തർക്ക് ദർശനം സാധ്യമാക്കുക എന്നുള്ളതാണ് മുഖ്യ അജണ്ടയായി നമ്മൾ കാണുന്നത്. ഞങ്ങളും സർക്കാരും ദേവസ്വം ബോർഡും കാണുന്നത്. അതിന് വേണ്ടിയിട്ടുള്ള ക്രമീകരണത്തിന് വേണ്ടിയിട്ടാണ് ദർശന സമയം കൂട്ടിയത്. മറ്റെല്ലാ കാര്യങ്ങളിലും പരമാവധി സൗകര്യങ്ങൾ ഒരുക്കാൻ ഞങ്ങൾ ശ്രമിച്ചിട്ടുണ്ട്. നമുക്കറിയാം പാരിസ്ഥിതികമായും ഭൂമിശാസ്ത്രപരമായും ഒട്ടേറെ വെല്ലുവിളികൾ ഉള്ളൊരു ക്ഷേത്രമാണ്. നഗരമധ്യത്തിൽ സ്ഥിതി ചെയ്യുന്നൊരു ക്ഷേത്രം പോലെയല്ല. അപ്പോൾ അങ്ങനെ വരുമ്പോൾ പരിമിതികൾ ഉണ്ട്. പക്ഷേ ആ പരിമിതികളിൽ നിന്നുകൊണ്ട് പോലും പരമാവധി സൗകര്യങ്ങൾ ഒരുക്കുവാൻ ഞങ്ങൾ ശ്രമിച്ചിട്ടുണ്ട്. ഇപ്പോൾ കഴിഞ്ഞ തവണ 18-ാം പടിയിൽ ഡ്യൂട്ടിക്ക് നിൽക്കുന്ന പോലീസ് ഉദ്യോഗസ്ഥരെ സംബന്ധിച്ച് അവർ പരിചയസമ്പന്നരല്ല എന്നൊരു വിമർശനം പല കോണുകളിൽ നിന്നും വന്നിരുന്നു. ഇപ്രാവശ്യം എങ്ങനെയാണ്? കൂടുതൽ പരിചയസമ്പന്നരായിട്ടുള്ള പോലീസ് ഉദ്യോഗസ്ഥരെ ആയിരിക്കുമോ 18-ാം പടിയിൽ നിയോഗിക്കുക? ബഹുമാനായ മുഖ്യമന്ത്രി കഴിഞ്ഞ 2 അവലോകന യോഗത്തിലും പറഞ്ഞ കൃത്യമായൊരു കാര്യം, പരിചയസമ്പന്നരായ പോലീസുകാരെ ഉദ്യോഗസ്ഥന്മാരെ നിയമിക്കുവാനുള്ള ഒരു ജാഗ്രത വേണം എന്ന് പറഞ്ഞു. അത് കൃത്യമായി പാലിച്ചുകൊണ്ട് തന്നെ കൂടുതൽ പോലീസുകാരെ വിന്യസിച്ചിട്ടുണ്ട്. എന്ന് മാത്രമല്ല 18-ാം പടിയിലായാലും ശരി തന്നെ, ഇവിടുത്തെ AOമാരായാലും ശരി തന്നെ, അവരെല്ലാം കൂടുതൽ പരിചയസമ്പന്നരായ ഉദ്യോഗസ്ഥരാണ് നിർത്തിയിരിക്കുന്നത്. 18-ാം പടിയിൽ തന്നെ എനിക്ക് തോന്നുന്നത് 20 മിനിറ്റ് എന്നുള്ളതാണ്. അത് ക്രമീകരണം 15 മിനിറ്റായി മാറ്റിയെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഒരു നല്ല കോർഡിനേഷൻ ലാൻഡ് ഓർഡർ ADGP ആയ മനോജ് എബ്രഹാമിൻ്റെ നിർദ്ദേശം കോർഡിനേഷനിലായാലും ADGP ആയിട്ടുള്ള ബഹുമാനായ ശ്രീജിത്തിൻ്റെ നേതൃത്വത്തിലായാലും കൂടുതൽ ഹോംവർക്കോടുകൂടി ക്രൗഡ് മാനേജ്മെൻറ്റുമായി ബന്ധപ്പെട്ട് കുറച്ചുകൂടി സുരക്ഷാ ക്രമീകരണങ്ങൾ നടത്തിയിട്ടുണ്ടെന്നാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത്. എന്തായാലും ഒരു ആശങ്കയുമില്ലാതെ തന്നെ നമുക്ക് കാര്യങ്ങൾ ഇവിടേക്ക് എത്തുന്ന ഭക്തർക്ക് ഒരു കുഴപ്പവുമില്ലാതെ നന്നായി ദർശനം കിട്ടും എന്ന് തന്നെയാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. ഇപ്പോൾ കഴിഞ്ഞ തവണയൊക്കെ വലിയ നടപ്പന്തലിൽ ഉൾപ്പെടെ ദീർഘനേരം ക്യൂ നിൽക്കേണ്ട ഒരു സാഹചര്യം തീർത്ഥാടകർക്കുണ്ടായിരുന്നു. പ്രത്യേകിച്ച് കുടിവെള്ളം അല്ലെങ്കിൽ ലഘുഭക്ഷണമൊക്കെ കുറവാണ് എന്നുള്ള വിമർശനങ്ങളൊക്കെ ഉയർന്നിരുന്നു. അപ്പോൾ ഇപ്രാവശ്യം അതിനുള്ള സൗകര്യങ്ങളൊക്കെ ഒരുക്കിയിട്ടുണ്ടോ? കഴിഞ്ഞ പ്രാവശ്യം കുടിവെള്ളം കിട്ടിയില്ല എന്നുള്ളതല്ല, നമുക്ക് ആ ജ്യോതിനഗർ ഭാഗത്തൊക്കെ നമുക്ക് കൊടുക്കാനുള്ളൊരു ഭൂമിശാസ്ത്രപരമായ പ്രശ്നങ്ങളുണ്ടായിരുന്നു, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ. പക്ഷെ അതൊക്കെ കണ്ടുകൊണ്ട് തന്നെ കുറച്ചുകൂടി ക്രമീകരണങ്ങൾ വരുത്തുവാൻ ഞങ്ങൾ ശ്രമിച്ചിട്ടുണ്ട്. നടപ്പന്തലിൽ നിങ്ങൾക്ക് കാണാവുന്നതാണ് കൂടുതൽ കിയോസ്കുകൾ നടപ്പന്തലിൽ നേരിട്ട് തന്നെ ക്യൂ നിൽക്കുന്ന ഭക്തർക്ക് കയ്യിൽ കൊടുക്കത്തക്ക രീതിയിലുള്ള കിയോസ്കുകൾ ഒരുക്കിയിട്ടുണ്ട്. ആ ജ്യോതിനഗറിൻ്റെ ഭാഗത്തും കൂടുതൽ കിയോസ്കുകൾ ഒരുക്കാനുള്ള ക്രമീകരണങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. എന്തായാലും അത്തരം പ്രശ്നങ്ങൾ ഉണ്ടാകാതെ നോക്കുവാനുള്ള ജാഗ്രത ദേവസ്വം ബോർഡ് പുലർത്തിയിട്ടുണ്ട്. ലഘുഭക്ഷണം ഞങ്ങൾ ബിസ്ക്കറ്റായാലും ഒക്കെ ഞങ്ങൾ കരുതിയിട്ടുണ്ട്. മാത്രമല്ല കഴിഞ്ഞ പ്രാവശ്യത്തിൽ നിന്ന് വ്യത്യസ്തമായി ഞങ്ങൾ ചെയ്ത ഒരു ക്രമീകരണം, ഞങ്ങൾക്ക് മുൻകൂട്ടി കാര്യങ്ങൾ നേരത്തെ മുന്നോട്ട് പോയതിൻ്റെ ഭാഗമായിട്ട് അരവണ കഴിഞ്ഞ പ്രാവശ്യം തിരക്ക് വളരെ കൂടിയപ്പോൾ ഒന്ന് നിയന്ത്രിച്ച് കൊടുക്കേണ്ടി വന്നിട്ടുണ്ട്. അതിന് പകരമായി ഞങ്ങളൊരു കരുതൽ ശേഖരമായി ഇന്ന് നാളെ നട തുറക്കുമ്പോൾ 40 ലക്ഷം ടിൻ അരവണ ഞങ്ങൾ കരുതിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ യഥേഷ്ടം അരവണ പ്രസാദം നമുക്ക് ഭക്തർക്ക് കൊടുക്കാൻ സാധിക്കുമെന്നാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത്. അങ്ങനെ പരമാവധി ഞങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. പക്ഷെ അപ്പോഴും എനിക്ക് പറയാനുള്ളൊരു കാര്യം, സ്വാഭാവികമായും ഒരുപാട് പരിമിതികളുണ്ട്. ഞാൻ കഴിഞ്ഞ പത്രസമ്മേളനത്തിൽ തിരുവനന്തപുരത്ത് പറഞ്ഞതുപോലെ തന്നെ ഒരുപാട് ഇപ്പോൾ കൺസ്ട്രക്ഷൻ്റെ കാര്യത്തിലായാലും അടിസ്ഥാന സൗകര്യം ഒരുക്കുന്ന കാര്യത്തിലായാലും ഒരുപാട് പരിമിതികളുണ്ട്. പക്ഷേ ആ പരിമിതികളിൽ നിന്നുകൊണ്ട് പരമാവധി സൗകര്യങ്ങൾ ഒരുക്കാൻ ഞങ്ങൾ ശ്രമിച്ചിട്ടുണ്ട്. നിങ്ങൾ മാധ്യമപ്രവർത്തകർ നല്ല പിന്തുണയാണ് ഞങ്ങൾക്ക് നൽകിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെയാണ് ഈ വെർച്വൽ ക്യൂവിൽ നിങ്ങൾ നൽകിയ പ്രചരണം, ആ പ്രചരണത്തിൻ്റെ ഭാഗമായി തന്നെയാണ്
ഈ ആദ്യത്തെ 10 ദിവസം പോസിറ്റീവായി തന്നെയാണ് ഞങ്ങൾ എടുത്തത്. കൃത്യമായും എല്ലാ ദിവസവും 70,000 അടുപ്പിച്ച് വന്നിട്ടുണ്ട്. ഇനി 70,000 കൂടുതൽ വന്നാൽ പോലും നമുക്ക് ഇവിടെ തത്സമയ ബുക്കിംഗ് സംവിധാനമുണ്ട്. ഒരു ആശങ്കയും വേണ്ട. ഇവിടേക്ക് എത്തുന്ന ഭക്തർ ദർശനം കിട്ടാതെ തിരിച്ചു പോകുന്ന ഒരു സ്ഥിതിവിശേഷം ഉണ്ടാകില്ല. ആധാർ കാർഡിൻ്റെ കോപ്പിയുമായി വന്നാൽ ഞങ്ങൾ ഫോട്ടോ എടുത്ത് ആധാർ വാലിഡേഷനോടുകൂടി വെർച്വൽ ക്യൂവിൽ എങ്ങനെയാണോ ആധികാരികമായി നമ്മൾ ചെയ്തിരിക്കുന്നത് അതുപോലെ തന്നെയാണ് തത്സമയ ഓൺലൈൻ ബുക്കിങ്ങും ആധികാരികമായി ഒരു രേഖയാക്കി ഞങ്ങൾ ഇവിടേക്ക് എത്തുന്ന ഭക്തർക്ക് ദർശനം കിട്ടാനുള്ള എല്ലാവിധ ക്രമീകരണങ്ങളും ചെയ്തിട്ടുണ്ട്. അവസാനമായി ഒരു ചോദ്യം കൂടി. നമ്മുടെ 18-ാം പടിയിൽ ഡ്യൂട്ടിക്ക് നിൽക്കുന്ന പോലീസ് ഉദ്യോഗസ്ഥർ, അവർ ഈ മേൽക്കൂര ഉള്ളതുകൊണ്ട് തന്നെ പുതിയ സംവിധാനങ്ങൾ വന്നതുകൊണ്ട് അവർക്ക് സുഗമമായി ആ ഒരു ജോലി ചെയ്യാൻ പറ്റുന്നില്ല എന്നും വിമർശനം വന്നിരുന്നു. അപ്പോൾ ഇപ്രാവശ്യം അങ്ങനെ അവർക്ക് വേണ്ടി പ്രത്യേക എന്തെങ്കിലും സൗകര്യങ്ങളുണ്ടോ 18-ാം പടിക്ക് സമീപം? പോലീസിൻ്റെ സൗകര്യം നമ്മൾ മുഖവിലേക്ക് എടുക്കേണ്ടതുണ്ട്, ഒരു സംശയമില്ല. കാരണം പോലീസിൻ്റെ ഒരു പരിശ്രമമാണ് ക്രൗഡ് മാനേജ്മെൻറ്റിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും മുഖ്യം. അതുകൊണ്ട് തന്നെ അവരുടെ നിർദ്ദേശം പരിഗണിച്ചുകൊണ്ട് തന്നെ അവർക്ക് ഇരിക്കുവാൻ വേണ്ടിയിട്ടുള്ളൊരു ക്രമീകരണം ഇവിടുത്തെ ഇതിൻ്റെ നിർമ്മാണത്തിന് നേതൃത്വം നൽകിയ മഹേഷ് ശില്പി തന്നെ അതിൻ്റെ ക്രമീകരണങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. പോലീസും ആലോചിച്ച് തന്നെയാണ് ആ ക്രമീകരണം ഒരുക്കിയിരിക്കുന്നത്. അത് വലിയ കുഴപ്പമില്ലാതെ പോകുമെന്ന് തന്നെയാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. ഒരു കാര്യം കൂടി, പമ്പയിൽ അവിടെ വെയിലും മഴയും ഒക്കെ മേറ്റ് കുറേ സമയം നിൽക്കേണ്ട ഒരു അവസ്ഥ തീർച്ചയായിട്ടും ഉണ്ടായിരുന്നു. ഇപ്പോൾ എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത് അവിടെ പുതിയ സംവിധാനങ്ങൾ അതിനൊരുക്കിയിട്ടുണ്ട് എന്നുള്ളതാണ്. അത് എന്തൊക്കെയാണ്? നിങ്ങൾ കാണുന്നില്ലേ, നിങ്ങൾ കണ്ടതല്ലേ ഇന്നലെ? അപ്പോൾ ഞങ്ങൾക്ക് കഴിഞ്ഞ പ്രാവശ്യം ഒരു 3 നടപ്പന്തൽ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അവിടെ ഒരു 1500 ഭക്തർക്കേ വരി നിൽക്കാൻ സാധിക്കുമായിരുന്നുള്ളൂ. അതിന് പകരമായൊരു 6 പിന്നെ നടപ്പന്തലുകൾ കെട്ടി ഏതാണ്ട് 4000 പേർക്ക് അവിടെ വരി നിൽക്കുവാൻ സാധിക്കും വെയിൽ കൊള്ളാതെ. പിന്നെ രാമമൂർത്തി മണ്ഡപം പഴയ പ്രളയത്തിന് മുമ്പുണ്ടായിരുന്നു, അതിന് സമാനമായ ഒരു ജർമ്മൻ പന്തൽ ഞങ്ങളിവിടെ ഒരുക്കിയിട്ടുണ്ട്. ഒരു 3000 പേർക്ക് അവിടെ വിരിവയ്ക്കാൻ സാധിക്കുമെന്ന് വിചാരിക്കുന്നു. അങ്ങനെ പമ്പയിൽ ഒരു 8000 പേർക്ക് ഹോൾഡ് ചെയ്താലും മഴയും വെയിലും ഏൽക്കാതെ നിൽക്കാനുള്ള ക്രമീകരണം ഞങ്ങൾ ചെയ്തിട്ടുണ്ട്. അത് ഇവിടെ മാത്രമല്ല, നിലയ്ക്കലും നമ്മൾ ആ സംവിധാനം ഒരുക്കിയിട്ടുണ്ട്. തീർത്ഥാടകർക്ക് സുഗമമായിട്ടുള്ള അയ്യപ്പ ദർശനം അതുമാത്രമാണ് തങ്ങൾ ലക്ഷ്യമിടുന്നത്. അതിനുള്ള എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായി എന്ന് തന്നെ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് PS പ്രശാന്ത് പറയുന്നു. മണ്ഡല മകരവിളക്ക് തീർത്ഥാടന കാലത്തിന് ഇന്ന് ശബരിമലയിൽ തുടക്കമാവുകയാണ്. വീഡിയോ ജേർണലിസ്റ്റുകളായ ഹണി തങ്കപ്പനും മനു ബാലകൃഷ്ണനുമൊപ്പം റിപ്പോർട്ടർ പ്രവീൺ പുരുഷോത്തമൻ, ഇൻ റിപ്പോർട്ടർ സന്നിധാനം.